രാത്രിയായി. ഹേസങ്ങിൻ്റെ വീട്ടിലെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അവൾ ഓടി വന്ന് അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കട്ടായിപ്പോയി. സൂഹ വന്ന് ലൈറ്റ് ഇടും. നിനക്ക് അലക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ ചോദിക്കും. ആ, ഈ ഷർട്ട് എന്ന് പറഞ്ഞ് അവൻ ഊരിക്കൊടുക്കും. അവൾക്ക് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കിട്ടും. ഇതെന്താണെന്ന് പറഞ്ഞ് അവൾ തുറന്നു നോക്കും. അവൻ ഓടി വന്ന് നോക്കല്ലേ എന്ന് പറഞ്ഞ് അത് തടയാൻ ശ്രമിക്കും. അവൾ അപ്പോഴേക്കും പോലീസ് അക്കാദമിയോ? ഹേ, നിനക്ക് പോലീസ് അക്കാദമിയിൽ ചേരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല, ഞാൻ വെറുതെ തമാശയ്ക്ക് എടുത്തതാ. തമാശയ്ക്കോ? അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ കേട്ടെ. ആ, എനിക്കറിയാം. അതാ ഞാൻ തമാശയ്ക്കെന്ന് പറഞ്ഞ്. സീരിയസ് ആയിട്ടെടുത്ത് അത് കിട്ടിയില്ലെങ്കിൽ നാണക്കേടായിരിക്കും. അവർ ഭക്ഷണം കഴിക്കുന്ന സമയം ഹേസങ് അവനെ നോക്കി പറയും, നീ നാണം കെടാൻ പോകുന്നില്ല. നീ നന്നായി പഠിച്ചാൽ നിനക്ക് പോലീസ് അക്കാദമിയിൽ കിട്ടുന്ന എനിക്കുറപ്പാ. നിനക്ക് ഓർമ്മയില്ലായിരിക്കും, പക്ഷേ ശരിക്കും നീ ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തമാശയ്ക്കാണെന്ന് പറയാതെ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അവൾ ചിന്തിക്കും, ഇങ്ങനെ ആയിരുന്നാൽ കുഴപ്പമുണ്ടോ? പിന്നെ ഞാൻ അവനെ ഇവിടുന്ന് പറഞ്ഞയക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവൾ ചിന്തിക്കുന്നതെല്ലാം മനസ്സിലായെങ്കിലും അവൻ ചോദിക്കും, നീ എന്താ ഓർക്കുന്നേ? ഒന്നുമില്ല, നിൻ്റെ ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റണേന്നാണ് ഞാൻ ഓർക്കുന്നേ. പിറ്റേ ദിവസം അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഫോൺ ബെല്ലടിക്കും. അവൾ ഓടി വന്ന് അതെടുക്കും. പക്ഷേ മറുപടിയൊന്നും കേൾക്കില്ല. ഇയാളെന്താ ഒന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സൂഹ പുറകിലുണ്ടാവും. നീ കുളിച്ചു കഴിഞ്ഞതെന്ന് ചോദിച്ച് ഹേസങ് പോകും. അവൻ വന്ന് ഫോൺ എടുത്ത് തിരിച്ചു വിളിച്ചു നോക്കും. മറുപടിയൊന്നും ഉണ്ടാവില്ല. അവൻ മുൻപ് വന്ന എല്ലാ കോളുകളും ഓരോന്നായി തിരിച്ചു വിളിക്കും. അവസാനം ഒരു കോൾ എടുക്കും. ഹലോ, ഞാനിത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അവൻ ചോദിക്കും. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു കോള് വന്നിരുന്നല്ലോ. അതൊരു ഫോൺ ബൂത്താണെന്ന മറുപടി ലഭിക്കും. അവൻ ആ ബൂത്തിൻ്റെ സ്ഥലമെല്ലാം ചോദിച്ച് എഴുതി വയ്ക്കും. ഇപ്പോൾ സൂഹ പോലീസുകാരെയും കൂട്ടി ആ ബൂത്ത് ഉള്ളിടത്ത് വന്നിരിക്കുവാണ്. ആരായിരിക്കും ഈ ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ, ദേ അവിടെ ഒരു ക്യാമറയുണ്ടെന്ന് പറയും. അവരിപ്പോൾ ആ ഫൂട്ടേജ് ചെക്ക് ചെയ്യുവാണ്. അത് കണ്ട് അവർ അത്ഭുതപ്പെടും. അത് മിൻകുക്കല്ലേ, അവൻ ജീവനോടെ ഉണ്ട്. എന്തിനായിരിക്കും അവൻ വിളിച്ചിട്ടുണ്ടാവുക? ഹേസങ് ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് ഉറപ്പിക്കാനാണ് അയാൾ വിളിച്ചത്. സൂഹി ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാണ്. ഹേസങ്ങിൻ്റെ ഡ്രസ്സും ബുക്കും ബാക്കിയുള്ളതെല്ലാം എടുത്ത് അവൻ പെട്ടിയിലാക്കും. ഇപ്പോൾ ഓഫീസിൽ നിങ്ങളെന്താ പറഞ്ഞേ? നീ എന്നെ ഒന്ന് സഹായിക്കണം. ആരെ സഹായിക്കണമെന്ന്? നീ എന്നെ സഹായിക്കണം. അവളിപ്പോൾ വലിയ വെയിറ്റ് ഇടും. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുക. ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ സഹായിക്കാം. മൂത്ത വക്കീൽ വേറെ രക്ഷയില്ലാതെ അവളുടെ അടുത്തേക്ക് ചെല്ലും. നിനക്ക് ദാൽജുങ്ങിൻ്റെ കേസിനെ കുറിച്ച് അറിയില്ലേ? ആ, ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അയാൾ ഒരാളെ കുത്തി. എൻ്റെ തൊണ്ട കുറച്ച് ഡ്രൈ ആണല്ലോ. മൂത്ത വക്കീൽ ഉടനെ ചോയെ വിളിച്ച്, ഹേസങ്ങിന് എന്തെങ്കിലും കുടിക്കാൻ മേടിച്ചുകൊണ്ട് വാ, എനിക്ക് എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. വേറെ വഴിയില്ലാതെ മൂത്ത വക്കീൽ കുറച്ചുകൂടെ പൈസ എടുത്ത് ചോയ്ക്ക് കൊടുക്കും. എനിക്കും എന്തെങ്കിലും വാങ്ങാം അല്ലേ? നീ എന്താണ് വിചാരിച്ചതെന്ന് ചോദിച്ച് അയാൾ അവനെ പേടിപ്പിക്കും. അപ്പോൾ ഈ കേസിൽ എൻ്റെ കൂടെ ജൂറി ബൈ ട്രയൽ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. എങ്കിലെനിക്ക് കേസിൻ്റെ കീ പോയിൻറ്റ്സ് പറഞ്ഞതാ. ദാൽജുങ് അയാളുടെ ഭാര്യയെ കൊന്നതിന് 26 വർഷം ജയിലിൽ കിടന്ന് ഇപ്പോൾ റിലീസായതേ ഉള്ളൂ. മാരക രോഗം കാരണം അയാൾ സ്വയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് ദാൽജുങ് അവൻ്റെ ഭാര്യയെ കണ്ടു. അവരെ കണ്ടപ്പോൾ കുത്താനുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ലെന്ന് അവൻ പറഞ്ഞു. പക്ഷേ അവരുടെ വാക്കുകളാണ് അവനെ പ്രൊവോക്ക് ചെയ്തത്. സോറി, എനിക്കന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതായിരുന്നു. എനിക്ക് നിന്നെ വെറുപ്പായിരുന്നു. നിൻ്റെ കടങ്ങളെയും എൻ്റെ മോളെ കടത്തിന് മേലെ വളർത്താൻ എനിക്കിഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് നീ എത്ര ക്രൂരമായി സ്വന്തം കൈ മുറിച്ച് കളഞ്ഞ് എന്നെ ജയിലിലാക്കി. ശരിക്കും ആലോചിക്ക്, കടത്തിന് മേലെ കിടക്കുന്നതിലും ജയിലിൽ പോയി കിടന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്? നമ്മുടെ മോള് അവൾ നല്ല രീതിയിൽ നല്ലൊരു വീട്ടിലിപ്പോൾ ജീവിക്കുവാണ്. നീയാ വളർത്തിയിരുന്നെങ്കിൽ അവൾ ഇത്ര സുന്ദരിയായി വളരില്ലായിരുന്നു. ഞാനും നിങ്ങളെക്കാളും നല്ല ഒരാളെ കണ്ടെത്തി. ദാൽജുങ്ങിന് ദേഷ്യം വന്ന് അവരുടെ കഴുത്തിൽ ഞെക്കിപ്പിടിക്കും. തറയിൽ കിടന്ന ഒരു ചില്ലെടുത്ത് അവരുടെ നേരെ ഉയർത്തും. അപ്പോൾ അയാൾ 26 വർഷം ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് ജയിലിൽ കിടന്നത്. അതെ, ഇതൊരു കുറ്റമാണോ? ടെക്നിക്കലി മരിച്ചുപോയ ഒരാളെയല്ലേ അയാൾ കുത്തിയത്? എനിക്കറിയില്ല. ദാൽജുങ് പറയുന്നത് അവൻ ഇന്നസെൻ്റ് ആണ്. കാരണം അവനൊരു ഗോസ്റ്റിനെയാണ് കുത്തിയത്. കുറ്റക്കാരനല്ല എന്ന് വാദിക്കുന്നതിൽ കാര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനു മുൻപൊരു പ്രോബ്ലം ഉണ്ട്. എന്താ അത്? വിക്ടിം ദാൽജുങ്ങിൻ്റെ എക്സ് വൈഫ് ആണെന്നതിന് തെളിവൊന്നുമില്ല. അവർക്കിപ്പോൾ ഒരു പുതിയ ഐഡൻറ്റിറ്റിയാണ്. എങ്കിലും നമുക്ക് ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് നടത്തിക്കൂടെ?
അവൾക്ക് ഫിംഗർ പ്രിൻറ്റും ഇല്ല. അവൾ ഇത്ര കാലം കിച്ചണിലാണ് വർക്ക് ചെയ്തത്. അവളുടെ എല്ലാ ഫിംഗർ പ്രിൻറ്റും പോയി. അപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്ന് നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും? അവരുടെ മകളെ കണ്ടെത്തി DNA ടെസ്റ്റ് നടത്തിയാൽ അത് തെളിയിക്കാം. അതിന് അവരുടെ മകൾ എന്ത് ചെയ്യും? അതാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഹേസുങ് ഇപ്പോൾ കറങ്ങുന്ന ഡോറിനുള്ളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ചിന്തിക്കുന്നു, എന്തായാലും അയാൾ ഒരാളെ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? അവരുടെ മകളെ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ സൂഹ വന്ന് അവളെ വലിച്ചു കൊണ്ടുപോകും. നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞ്? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിൻകുക്കിനെ ഒരു സ്ഥലത്ത് കണ്ടു. എന്ത്? മിൻകുക്കാണ് നിൻ്റെ വീട്ടിലേക്ക് നീ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ടോ എന്നറിയാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ വീട്ടിൽ നിൽക്കുന്നത് ഡേഞ്ചറസാ. ഇനി മുതൽ എൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ രാത്രിയായി. മിൻകുക്ക് ഹേസുങ്ങിൻ്റെ വീടിന് പുറത്ത് മറഞ്ഞു നിൽക്കുവാണ്. അവൻ മുകളിലേക്ക് നോക്കും. വെളിച്ചമൊന്നും കാണില്ല. നീയൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുവാന്ന് പറഞ്ഞ് അയാൾ ചിരിക്കും. ഇപ്പോൾ ഡോഹനും അമ്മയും, നിനക്ക് എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, ഞാൻ മുമ്പ് പറഞ്ഞ ദാൽജുങ്ങിൻ്റെ കേസ് ഓർമ്മയില്ലേ? ആ ഉണ്ട്. അച്ഛൻ ചീഫിനെ വിളിച്ച് ആ കേസ് വേറൊരാൾക്ക് കൊടുത്തു. നിൻ്റെ അച്ഛനോ? എന്തിന്? എനിക്കും അറിയില്ല എന്തിനാണെന്ന്. എപ്പോൾ ദാൽജുങ്ങിൻ്റെ പേര് കേട്ടാലും അച്ഛൻ അസ്വസ്ഥനാവുന്നത് കാണാം. നിന്നെ അത് ആ സെയിം പേഴ്സൺ ആണോ? അമ്മ ആരെയും ഉദ്ദേശിച്ചേ? നിൻ്റെ അച്ഛൻ ജഡ്ജി ആയതിനു ശേഷം എടുത്ത ആദ്യ കേസ്. ആ പ്രതിക്കും സിമിലർ നെയിം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോഹൻ വന്ന് അത് പരിശോധിക്കും. അവൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഹേസുങ്ങും മൂത്ത വക്കീലും കൂടി ഓർഫനേജിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ ചേച്ചി ദാൽജുങ്ങിൻ്റെ മകളെ പറ്റിയുള്ള വിവരം പരിശോധിക്കുന്നുണ്ട്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണല്ലോ. അതെന്താ? ഇതൊരു പ്രൈവറ്റ് അഡോപ്ഷനാണ്. അവരുടെ പേര് വിവരം പുറത്ത് പറയാൻ പാടില്ല. പക്ഷെ അവളുടെ അച്ഛന് അവളെ കണ്ടെത്തണം. അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഏക വഴി അതാണ്. സോറി, എനിക്ക് അവരുടെ വിവരം തരാൻ കഴിയില്ല. ഹേസുങ് വേഗം ആ ഫയൽ തട്ടിയെടുക്കാൻ ശ്രമിക്കും. പക്ഷേ അതിനു മുന്നേ അവരത് തടയും. നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവരെഴുന്നേൽക്കും. അവൾ ഒരിക്കൽ കൂടി ഒരു ശ്രമം നടത്തും. പക്ഷേ ആ ചേച്ചി അവളെക്കാളും വലിയ ആളായിരിക്കും. രക്ഷയില്ലാതെ അവർ തിരിച്ചു പോകും. ഇപ്പോൾ ചോയും ലോയർ ചായും കൂടി അയാളുടെ പബ്ലിക് ഡിഫൻഡർ പൊസിഷനിലേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് നോക്കുവാണ്. ചായ്ക്ക് നല്ല ടെൻഷനുണ്ട്. ഒന്നും പേടിക്കണ്ട, നിങ്ങൾ പാസ്സാവുമെന്നും പറഞ്ഞ് ചോയ് സമാധാനിപ്പിക്കും. വേഗം തുറന്നു നോക്ക്. പക്ഷേ എല്ലാം പോയി. ചായ്ക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. 2ാം സ്ഥാനമോ? നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ അവർ ഈ റിസൾട്ട് ഇട്ടത്? നിങ്ങൾക്കത് കിട്ടിയില്ലെന്ന് ചോദിച്ച് സൂഹ അങ്ങോട്ട് വരും. സൂഹ, നീ എന്താ ഇവിടെ? ഞാൻ തോൽക്കാൻ വേണ്ടി നീ വല്ല കൂടോത്രം ചെയ്തോ? എന്നാലല്ലേ ഹേസുങ്ങിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കൂ. അത് മുമ്പായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്ത് പറ്റി? മിൻകുക്ക് ഒരു സ്ഥലത്ത് കാണപ്പെട്ടു. ഇപ്പോൾ ഹേസുങ്ങും മൂത്ത വക്കീലും കൂടി വരുമ്പോൾ ലോയർ ചാ ഓടിയെത്തും. നീ എവിടെയെങ്കിലും പോവുകയാണോ? നിൻ്റെ ബോഡി ഗാർഡായി ഞാനും നിൻ്റെ കൂടെ വരാം. ബോഡി ഗാർഡോ? സൂഹ എന്നോടെല്ലാം പറഞ്ഞു. മിൻകുക്കിനെ കണ്ട കാര്യവും. ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത്, ഞാനും കൂടെ വരാം. മിൻകുക്കാണേൽ ഇവർ സംസാരിക്കുന്നതെല്ലാം നോക്കിക്കൊണ്ട് പുറകിൽ ഒളിച്ചു നിൽപ്പുണ്ട്. ഡോഹൻ ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുമ്പോൾ അവളുടെ അച്ഛൻ ചീഫുമായി സംസാരിച്ച് നിൽക്കുന്നത് കാണും. അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലും. അച്ഛാ, നിങ്ങൾ എന്താ ചീഫുമായി സംസാരിച്ചു കൊണ്ടിരുന്നത്? അതൊന്നുമില്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടുവെന്നേ ഉള്ളൂ. ദാൽജുങ്ങിൻ്റെ കേസ് എൻ്റെ നിന്ന് മാറ്റിവെന്ന് ഉറപ്പിക്കാനല്ലേ നിങ്ങൾ വന്നത്? അങ്ങോട്ടേക്ക് വരുന്ന സൂഹ ഇവർ സംസാരിക്കുന്നത് കാണും. ഞാൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിയിട്ടില്ല. ദാൽജുങ്ങിൻ്റെ കേസ് ഞാൻ ഏറ്റെടുത്ത എന്താ കുഴപ്പം? ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അയാൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം കണ്ട് സൂഹ അത്ഭുതപ്പെടും. ഞാൻ ആ കേസ് തിരികെ വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് ഡോഹൻ ദേഷ്യപ്പെട്ടു പോകും. ഇപ്പോൾ ഹേസുങ്ങും സൂഹയും കൂടി ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ അവൾ ചിന്തിക്കുവാണ്, ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ദാൽജുങ്ങിൻ്റെ മകളെ കണ്ടെത്തണം. ഞാൻ ആ ഓർഫനേജിലേക്ക് ഒളിച്ചു കടന്നാലോ? ഇത് മനസ്സിലായ സൂഹ ഓർക്കും, ഞാൻ അവളോട് സത്യം പറഞ്ഞ മുമ്പത്തേതുപോലെ അവൾ എന്നെ നോക്കൂ. ഇപ്പോൾ രാത്രിയായി. ലോയർ ചാ വീട്ടിലേക്ക് പോവാണ്. അയാൾ നോക്കുമ്പോൾ മുൻപിൽ ഒരാൾ വടിയും പിടിച്ച് തിരിഞ്ഞു നിൽപ്പുണ്ട്. അയാൾ സൈഡിലേക്ക് മാറി കയ്യിലൊരു തുണിയൊക്കെ ചുറ്റി അടിക്കാൻ റെഡിയായി നിൽക്കും. മുന്നോട്ട് പോയി ഇടിക്കാൻ ഒരുങ്ങുമ്പോൾ മിൻകുക്ക് അയാളെ അടിച്ച് താഴെയിടും. ചായം വിട്ടുകൊടുക്കില്ല. കാലുകൊണ്ട് തൊഴിച്ച് അയാളെ താഴെയിട്ട് കൈ രണ്ടും പുറകിലേക്ക് ആക്കി വയ്ക്കും. മിൻകുക്ക് വീണ്ടും എഴുന്നേറ്റ് ഒരു കൂർത്ത വടി ചായയുടെ കഴുത്തിന് നേരെ വയ്ക്കും. ഒരുപാട് നാളായല്ലോ ലോയർ ചാ, നീ എന്തറിയാൻ വന്നതാണെങ്കിലും ഒരു കാര്യവും ഞാൻ നിന്നോട് പറയില്ല. ഞാനൊന്നും അറിയാൻ വന്നതല്ല, നിന്നോട് കുറച്ച് കാര്യം പറയാൻ വന്നതാണ്. ഇപ്പോൾ വീട്ടിൽ എന്നോട് പറയാനുള്ള എന്ത് കാര്യത്തിനാണ് നീ ഇത്ര സമയം എടുക്കുന്നതെന്ന് ഹേസുങ്ങ് ചോദിക്കും. എനിക്ക് ദാൽജുങ്ങിൻ്റെ മകൾ ആരാണെന്നറിയാം. ശരിക്കും? ആരാ അത്? പ്രോസിക്യൂട്ടർ ഡോഹുൻ. ഹേ, നീ ചുമ്മാ കളിക്കാതെ. 26 വർഷം മുമ്പ്
ദാൽജുങ്ങിൻ്റെ കേസിലെ ജഡ്ജ് ഡോഹുനിൻ്റെ അച്ഛനായിരുന്നു. ദാൽജുങ്ങിന് ജീവപര്യന്ത ശിക്ഷ നൽകിയതിന് ശേഷം ജഡ്ജിനെ കാണാൻ ആ സ്ത്രീ വന്നു. ആ സ്ത്രീയോ ദാൽജുങ്ങിൻ്റെ ഭാര്യയോ? ഫ്ലാഷ് ബാക്കിൽ ദാൽജുങ്ങിൻ്റെ ഭാര്യയെ കണ്ട് ജഡ്ജി അത്ഭുതപ്പെടും. നീ മരിച്ചില്ലേ? നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? നിന്റെ ഹസ്ബൻഡിനെ ഒരു കൊലയാളിയാക്കി. അതിന് ഞാനെന്ത് വേണം? ഞാൻ പോലീസിൽ പോയി പിടികൊടുക്കണോ? ഈ കേസ് നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിധി തിരുത്തുക എന്നത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാനാവാത്ത കാര്യമാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങളത് അംഗീകരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ പേരും ഐഡൻറ്റിറ്റിയും മറച്ച് ജീവിച്ചോളാം. നിങ്ങളുടെ പേര് ഒരിക്കലും വലിച്ചിഴക്കപ്പെടില്ല. അത് വെറും അസംബന്ധമാണ്. എന്തസംബന്ധം? ആ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നിടത്തോളം എല്ലാവർക്കും സമാധാനമായി ജീവിക്കാം. നിങ്ങൾക്കും എനിക്കും എൻ്റെ മകൾക്കും. നിൻ്റെ മകൾക്കോ? നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലല്ലോ. നിങ്ങളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലേ? ദയവ് ചെയ്ത് എൻ്റെ മോളെ അഡോപ്റ്റ് ചെയ്യൂ. ജഡ്ജി ആകെ അന്താളിച്ചു നിൽക്കും. അയാൾ ആ ഓഫർ സ്വീകരിച്ചു. അയാളുടെ മകൾ വേറെ ആരുമല്ല, ഡോഹുനാണല്ലേ? അല്ല, നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാൻ അയാളുടെ മനസ്സ് വായിച്ചു. എനിക്കെൻ്റെ കഴിവ് തിരികെ വന്നു, ഓർമ്മകളും.